കാലങ്ങൾ കടന്നുപോയി. കലിയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ പല ഭക്തർക്കും ദർശനം നൽകി. ആ കാലത്ത് ഉണ്ണി എന്നു പേരുള്ള ഒരു കൃഷ്ണഭക്തനായ കുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ അമ്മ ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ പറഞ്ഞായിരുന്നത്രേ അവനെ ഉറക്കിയിരുന്നത്. അമ്പാടിക്കണ്ണൻ്റെ ലീലകൾ കേട്ടു വളർന്ന അവന് കണ്ണനെ ഒന്ന് കാണാനുള്ള ആഗ്രഹം വളരെയധികമുണ്ടായി. കുട്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന കേട്ട് അവനിൽ മനം നിറഞ്ഞ കൃഷ്ണൻ ഒരു നാൾ അവൻ്റെ മുന്നിൽ ഉണ്ണിക്കണ്ണനായി പ്രത്യക്ഷപ്പെട്ടു. തൊടിയിലും പാടത്തുമെല്ലാം അവർ ഒന്നിച്ചു കളിച്ചു. ആ കുഞ്ഞ് അതേപ്പറ്റി പറയുമ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല. ആ കുട്ടിയുടെ ശുദ്ധമായ ഭക്തിയിൽ മനസ്സറിഞ്ഞ കൃഷ്ണൻ അവനൊരു പൊന്നരഞ്ഞാണം സമ്മാനമായി നൽകി. അവന് കിട്ടിയ സമ്മാനത്തെപ്പറ്റി കൂട്ടുകാരോടൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവരും അവനെ കളിയാക്കി. എന്നാൽ പിറ്റേന്ന് രാവിലെ കൃഷ്ണക്ഷേത്രത്തിലെ പൂജാരി പുലർക്കാല പൂജകൾക്കായി ശ്രീകോവിൽ തുറന്നപ്പോഴാണ് കൃഷ്ണവിഗ്രഹത്തിലെ പൊന്നരഞ്ഞാണം കാണാനില്ല എന്ന കാര്യം അറിഞ്ഞത്. മോഷണം പോയത് തന്നെ എന്ന വാർത്ത നാടറിഞ്ഞു. പൊന്നരഞ്ഞാണം ഉണ്ണിയുടെ പക്കലുണ്ടെന്ന് അറിഞ്ഞ് നാട്ടുകാരും ക്ഷേത്രക്കാരും അവിടെ എത്തി. കുട്ടി അമ്പലത്തിൽ നിന്നും പൊന്നരഞ്ഞാണം മോഷ്ടിച്ചെന്ന് എല്ലാവരും പറഞ്ഞുണ്ടാക്കി. കൃഷ്ണഭക്തനായ തൻ്റെ മകൻ ഭഗവാന്റെ ആഭരണം മോഷ്ടിച്ചെന്ന വാർത്ത താങ്ങാനാവാതെ അവൻ്റെ അമ്മ അതെടുത്ത് വലിച്ചെറിഞ്ഞു. പൊന്നരഞ്ഞാണം ചെന്നു വീണത് പൂന്തോട്ടത്തിലെ ഒരു കൊന്ന മരത്തിലായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ മരം മുഴുവൻ സ്വർണ്ണ നിറത്തിലുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു. ആ സമയത്ത് ശ്രീകോവിലിൽ നിന്നും അശരീരി കേട്ടു. ഇതെൻ്റെ ഭക്തന് ഞാൻ നൽകിയ സമ്മാനമാണ്. ഈ പൂക്കളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. മാത്രമല്ല, ഈ പൂക്കൾ കണി കാണുന്നത് മൂലം ദുഷ്കീർത്തി കേൾക്കേണ്ടി വരില്ല. അന്നു മുതലാണത്രേ കൊന്ന പൂത്തു തുടങ്ങിയത്. അങ്ങനെ കണ്ണൻ്റെ അനുഗ്രഹത്താൽ കണിക്കൊന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു.